കുട്ടികളുടെ വായനാശീലം വളർത്തുക, വായനയെ പരിപോഷിപ്പിക്കുക, അതിൽ പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ വളർച്ചയും അതിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് പരിചിതമായിട്ടുണ്ടാവും. തളിരുന്ന പുസ്തകം കേട്ടിട്ടുണ്ടല്ലോ. തളിരുന്നൊരു പുസ്തകമുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ മാസവും പുറത്തിറക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും രചനകളും സൃഷ്ടികളും ഉൾപ്പെടെ പഴയ നമ്മുടെ സുഗതകുമാരി ടീച്ചർ ആരംഭിച്ചൊരു പുസ്തകമാണ് തളിര്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സെമിനാർ പുസ്തക പ്രദർശനമൊക്കെ നടത്തിയതാണ്. അതിനുശേഷം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ പ്രതിനിധികളെയും സ്കൂൾ ഡയറക്ടർ, പ്രിൻസിപ്പൽ എന്നിവരെയും സ്വാഗതം. He was spoken, I don't know what it was about. But it was, when I'm looking at actually, I can't read anything, but I can see the wonderful pictures inside. When I was a young boy, I couldn't read. ആദ്യം സമ്മാനത്തിന്റെ 2 സെക്ഷനുകളായിട്ടാണ് നമ്മൾ വായനാ മത്സരം നടത്തിയത്. 5ാം ക്ലാസ് വരെ ഒരു സെക്ഷനും 6 മുതൽ 10 വരെ മറ്റൊരു സെക്ഷനും. ഓരോ കുട്ടിയും വളരുന്ന as you are growing up, you have to read and grow. വായിച്ചാൽ മാത്രമേ വളരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഫിസിക്കലി മാത്രമേ നമ്മൾ വളരൂ. നമ്മൾ ഇമോഷണലി ഇന്റലക്ച്വലി നമ്മൾ ഒരിക്കലും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യം തന്നെയാണ്. വായിക്കുക, വായിച്ചറിവുന്ന എഴുതുക. വായനയിലൂടെ മാത്രമേ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് വായനയിലൂടെയാണ്. അക്ഷരനിർവ 2025 എന്നതിൻ്റെ പേരിൽ കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 10 സ്കൂളുകളിൽ ഈ അക്ഷരനിർവ പരിപാടി നടത്തണം എന്നൊരു അറിയിപ്പുമായി കൊല്ലം ജില്ലയിലേക്ക് വന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സ്കൂളുകളുടെ പേര് മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. കുറച്ച് CBSE സ്കൂളുകളുടെ, ഇന്റർനാഷണൽ സ്കൂളുകളുടെ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ സമീപിക്കണം, എത്തരത്തിലായിരിക്കും ആ സ്കൂളുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു പ്രതികരണം എന്നതിനെക്കുറിച്ച് വളരെ ഒരു ആശങ്കയോടുകൂടിയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൊല്ലം ജില്ലയിലേക്ക് എത്തുന്നത്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അപ്രതീക്ഷിതമായി മറ്റൊരിടത്ത് വെച്ചാണ്, സ്കൂളിൽ വെച്ച് പോലും അല്ല ഞങ്ങളുടെ സ്കൂൾ ചെയർമാനെ കാണുന്നത്. അദ്ദേഹത്തെ കണ്ട സമയത്ത് വളരെ സ്നേഹപൂർവ്വം ഭാഷയെ ഇഷ്ടപ്പെടുന്ന, വായന ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തി ഈ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്.